ഹലോ നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു മോൺസ്റ്റർ വീഡിയോ തന്നെയാണ്. അപ്പോൾ ഞാനൊരു ന്യൂ പ്ലാൻ പേരന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് അധികം കളക്ഷൻസ് ഒന്നുമില്ല, 2-3 തരം പ്ലാന്റ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് മോൺസ്റ്റർ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഞാൻ പലതരം യൂട്യൂബ് ചാനൽസ് ചെയ്യുന്നവരുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ ഭയങ്കര ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് അവരെങ്ങനെയാണ് ഹെൽത്തി അല്ലാത്ത മോൺസ്റ്ററിനെ ചേഞ്ച് ചെയ്തിട്ട് ഒരു നല്ല ബുഷിയർ പ്ലാന്റ് ആക്കുന്നത് എന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ മോൺസ്റ്റർ ഉണ്ട്, ഇത് ഏകദേശം 2-3 ഇയേഴ്സ് ആയി കാണും എൻ്റെ കയ്യിൽ. പക്ഷെ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്, കുറെ അധികം ലീവ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അധികം അങ്ങ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല പ്ലാന്റ്സ്. എപ്പോഴെങ്കിലും അതിനൊന്ന് ഫെർട്ടിലൈസ് ചെയ്യും, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കും അതിനാവശ്യം വരുമ്പോൾ. പിന്നെ മോൺസ്റ്റർ അങ്ങനെ ഭയങ്കര കെയറിങ് വേണ്ട ഒരു പ്ലാന്റ് അല്ല എന്നാണ് എൻ്റെ കുറച്ച് നാളത്തെ അറിവ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. അത്യാവശ്യം വെയിൽ വേണം, അതുപോലെ ഫെർട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിലും അതിൽ ലീഫൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഹെൽത്തി ആയിരിക്കില്ല, ബുഷിയർ ആയിരിക്കില്ല, നല്ല സാഹചര്യങ്ങൾ അതിന് വേണം എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഉള്ള ഈ മോൺസ്റ്റർ നല്ലൊരു ബുഷിയർ പ്ലാന്റ് ആക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഇതിൻ്റെ ഈ ലീഫൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ സ്പ്ലിറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര ലെഗി ആയിട്ടാണ് കിടക്കുന്നത്. അതിന് വലിയ ഭംഗിയൊന്നുമില്ല. മോൺസ്റ്റർ പ്ലാന്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ റീസെന്റ് ഞാൻ അത് കുറച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് കുറച്ച് നല്ല ലീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചു. പക്ഷെ ഇപ്പൊ ഒരു സീസൺ ആണോ ഇത് റീപ്ലാന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. വിന്റർ ആണ്, ഇവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്തു. എങ്കിലും ഇതിങ്ങനെ ഭയങ്കര ലെഗി ആയിട്ട് വളർന്നു പോകുന്നത് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊന്ന് ട്രിം ചെയ്ത് കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പോലെ തന്നെ ന്യൂ പ്ലാൻ പേരന്റ് ആയിട്ടുള്ളവർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഷെയർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ മോൺസ്റ്ററുടെ ഈ ചേഞ്ചസ് എനിക്കും അറിയാമല്ലോ, എനിക്ക് അത്ര അധികം ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ഓരോ ലീഫ് വരുന്നത് എല്ലാ പ്ലാൻ പേരൻസിനെ പോലെ ലീഫ് വരുന്നതും അതിന് പുതിയ ചേഞ്ചസ്, പുതിയ ഗ്രോത്ത് ഒക്കെ വരുന്നതൊക്കെ, ന്യൂ ഗ്രോത്ത് ഒക്കെ വളരെ എന്താ പറയുക അത്ഭുതത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അപ്പോൾ നമുക്കപ്പോൾ ഇതിൻ്റെ ചേഞ്ച് ഓവർ നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ ഫ്യൂച്ചറിൽ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും അതുപോലെ ഷെയറും കമൻറ്റും ചെയ്യുക. എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട്, അത് ഫുഡ് റിലേറ്റഡ് ആണ്. ഇത് ഞാൻ വിചാരിച്ചു എനിക്ക് പ്ലാന്റിലുള്ള ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ മോൺസ്റ്റർ പ്ലാന്റ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഫുള്ള് ലെഗി ആയിട്ടുള്ള ലീവ്സും അതിൻ്റെ സ്റ്റെമ്മൊക്കെ അങ്ങനെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ പ്ലാന്റ് 2-3 വർഷം മുമ്പ് എനിക്ക് കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ലീവ്സാണ് ഈ സ്പ്ലിറ്റ് ഉള്ള ലീവ്സ്. അപ്പോൾ ഇതിൽ ഒരു ചട്ടിയിൽ 2 പ്ലാന്റ് ആണ് ഇതിലുള്ളത്. നന്നായിട്ട് ബുഷിയർ ആവണമെങ്കിൽ ഒന്നിലധികം പ്ലാന്റ് ഒരു ചട്ടിയിൽ ഉണ്ടാവുന്നതായിരിക്കും നല്ലത് എന്നാണ് ഈ കുറച്ച് കാലത്തിനുള്ളിലുള്ള എൻ്റെ അറിവ് വെച്ച് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇത് 2 പ്ലാന്റ് ആണെങ്കിൽ ഞാനപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സമയത്ത് നന്നായിട്ട് കുറച്ച് ലീവ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലിപ്പോൾ ഈ കാണുന്ന ലീഫ്, ഈ സ്പ്ലിറ്റ് ഉള്ള ലീഫ്, ഈ ഫെനസ്ട്രേഷൻ ഉള്ള ലീഫ് ഞാൻ വാങ്ങിക്കുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ട്രിം ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ആ ട്രിം ചെയ്യുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു നോഡുള്ള ഭാഗത്ത്, അതിൻ്റെ പുതിയൊരു വേര് വരുന്ന പോലെയുള്ള നോഡുള്ള ഭാഗത്തിൻ്റെ താഴെയായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മാക്സിമം നോഡ് കിട്ടുന്ന പോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ വിചാരിക്കുന്നത് ഇതൊരു ഫുൾ ട്രിം ചെയ്തിട്ട് ഇതിൻ്റെ മാക്സിമം കട്ടിങ്സ് കിട്ടി അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കാം. ഓൾറെഡി ഞാനൊരു സെറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ബേബി പ്ലാന്റ്സ് ആണ് പറഞ്ഞു വരുമ്പോൾ, കാരണം ഒന്നും ഒരു മെച്യൂരിറ്റി എത്തിയൊരു പ്ലാന്റ്സ് അല്ല അത്. കാരണം അതിനൊന്നും ഫെനസ്ട്രേഷൻ ഇല്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ടിനും അത്രയധികം കട്ടി ഉണ്ടാവില്ല. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ഗ്രോത്ത്. ഞാൻ കട്ട് ചെയ്ത ഭാഗത്ത്, ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുത്ത ഭാഗത്തുനിന്ന് പുതിയ ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും എനിക്ക് എൻ്റെ മോൺസ്റ്റർ ഇങ്ങനെ ലെഗിയായിട്ട് കാണാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇതിൻ്റെ ഭംഗിക്ക് എപ്പോഴും നല്ല ബുഷിയറായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ചിലവർക്ക് ഇഷ്ടമാണ് അതിങ്ങനെ ഓരോ തണ്ടിൽ 2 ലീഫ് 3 ലീഫൊക്കെ ആയിട്ട് കാണുന്നത്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്കെന്തായാലും ഇത് നല്ല ബുഷിയായിട്ട് കാണണമെന്ന്
ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാനിതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതിൻ്റെ ഏരിയൽ റൂട്ടൊക്കെ ചിലതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് പ്രായം ചെന്ന ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ ലീഫിനൊന്നും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് അല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം ഭയങ്കര സംശയമായിരുന്നു, ഇത് മുഴുവൻ കട്ട് ചെയ്യണോ, എന്താവും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ. കാരണം ഇവിടെ ഒരു വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ കുറച്ച് വെയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാമെങ്കിലും പുറത്ത് തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിൻ്റർ സമയത്ത് ആരും ഇത് ഇങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്കിത് ഈ പ്ലാന്റ് ഇങ്ങനെ തന്നെ കണ്ട്, അതായത് ഈ വിൻ്റർ ഇനി തീരണമെങ്കിൽ ഒരു ഏപ്രിൽ ആ ടൈമൊക്കെ ആവും. അപ്പോൾ അതുവരെ ഇതിലേക്ക് ഇങ്ങനെ ലീഫ് വന്നുകൊണ്ടേയിരിക്കും, അതും ഒരു ഹെൽത്തി അല്ലാത്ത ലീഫ്. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവൻ കട്ട് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഗ്രോത്ത് ഉള്ളതൊക്കെ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിലൊരു ലിക്വിഡ് പോലെ ഒരു ഇത് വരും. അത് നമ്മൾ കുറച്ച് നേരം അതൊന്ന് ഉണങ്ങാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളയുക. എന്നിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന് പുതിയ വേരുകളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ ചിലത് ഇങ്ങനെ ഒരു സ്റ്റെം മാത്രമായിട്ടുള്ള കട്ടിങ്ങും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒന്നും ഞാൻ ഇതിൽ നിന്ന് കളയുന്നില്ല. പിന്നെ നേരത്തെ കാണിച്ച ഒരു സ്പ്ലിറ്റ് ലീഫ്, ഒരു ഫെനിസ്ട്രേഷനുള്ള ലീഫ് ഭയങ്കര അധികം ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അത് മാത്രം ഞാൻ എന്താ പറയുക, ത്രാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്കി ഇതിൻ്റെ മണ്ണിൻ്റെ അടിയിൽ നിന്നും പുതിയൊരു ഗ്രോത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും കട്ട് ചെയ്ത് നിർത്താമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലാന്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗം മാത്രമേ നിർത്തിയിട്ടുള്ളൂ. ഒരു ലീഫാണ് ഫെനിസ്ട്രേഷനുള്ള ഒരു ലീഫ് മറ്റൊരു ചെടിയിലുള്ളതാണ്, അത് നിർത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് ഫെനിസ്ട്രേഷനുള്ള നല്ലൊരു ലീഫ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ മണ്ണിൽ തന്നെ പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെള്ളത്തിൽ വെക്കുന്നില്ല, പകരം ഈ ചട്ടിയിലുള്ള ഈ പ്ലാന്റിൻ്റെ കൂടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കിയുള്ള 2-3 സ്റ്റെം മാത്രമായിട്ടുള്ളത് ഞാൻ മണ്ണിൽ തന്നെയാണ് നടാൻ പോകുന്നത്. ഇത് ഞാൻ നേരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്ത സെറ്റാണ് ഈ വലിയ ജാറിലുള്ളത്. താഴെ ഞാൻ ഈ ടേബിളിൽ വെച്ചേക്കുന്നത് നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത പ്ലാന്റിൻ്റെ പീസസാണ്. അപ്പോൾ ഇത്രയും ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നേരത്തെ ഇതേ മദർ പ്ലാന്റിൽ തന്നെ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഞാൻ റീസെൻ്റായിട്ട് തന്നെ ചട്ടിയിലേക്ക് മാറ്റി നടാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ല ലീഫുള്ളത് ഓർന്ന് അതിൽ വെച്ചു. പിന്നെ മറ്റൊരു പ്ലാന്റിൻ്റെ ഫുള്ളായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെയും ഒരു നല്ല പ്ലാന്റ് ഞാൻ എടുക്കും. കാരണം ഈ ചെടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ സ്റ്റെം വരെ ഒടിഞ്ഞു പോയ പോലെയാണത്. ഞാൻ എപ്പോഴും റീപോട്ടിങ് ചെയ്തപ്പോൾ സംഭവിച്ചതാണ്. അപ്പോൾ അതൊന്നും ഞാൻ വെക്കുന്നില്ല, കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്യാണ്. എന്താവും എന്നെനിക്കറിയില്ല. ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം. കാരണം ഇത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം അല്ല ശരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ റീപോട്ടിങ് ചെയ്യാനും ഒക്കെ ആയിട്ട്. കാരണം വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് അധികം വെള്ളം ഒഴിക്കാൻ പറ്റില്ല, അധികം ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഡോമൻ സ്റ്റേജിലായിരിക്കും മിക്ക ഇൻഡോർ പ്ലാന്റ്സും, അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് നമ്മളിനി അടുത്ത സമ്മറിലേക്കുള്ള തിരക്കിലായിരിക്കും പ്ലാന്റ്സ് നന്നായിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ വലിയ ജാറിലുള്ളത് നേരത്തെ പ്രൊപ്പഗേറ്റ് ചെയ്ത് അതിന് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. ഈ ചെറിയ ജാറിലുള്ളത് നമ്മളിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ മാക്സിമം ഓരോ ലീഫിനും നോഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതാണ് വെക്കുന്നത്. ടാപ്പ് വാട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ടാപ്പ് വാട്ടറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ടാപ്പ് വാട്ടർ തന്നെ ഉപയോഗിക്കുന്നത്. അധികം ഹാർഡായിട്ടുള്ള ടാപ്പ് വാട്ടറൊന്നുമല്ല, അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 ജാറിൽ എനിക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച മോൺസ്ട്രാസ് ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ വെച്ചത്, ഒന്ന് നമ്മളിപ്പോൾ വെച്ചതും. ഈ 2-3 ലീഫ് ഞാൻ കളയാൻ വെച്ചേക്കുന്നതാണ്. കാരണം അതിൽ അധികം ഡാമേജ് പറ്റിയിട്ടുള്ള ലീഫാണ്. അപ്പോൾ അത് ഞാൻ കളയാമെന്ന് വിചാരിച്ചു.
ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2 പ്ലാന്റ് ആണ് ഈ ചട്ടിയിൽ എന്ന് പറഞ്ഞല്ലോ. ഒരു പ്ലാന്റിൽ ഞാൻ ഒരു ലീഫ് ഫെൻസ്ട്രേഷനുള്ള ഒരു ലീഫ് നിർത്തിയിട്ടാണ് ട്രിം ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഞാൻ വളരെ മണ്ണിനോട് ചേർത്ത് തന്നെ കട്ട് ചെയ്ത് ട്രിം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ലീഫ് നല്ല ഫെൻസ്ട്രേഷൻ ഉള്ളതാണ്. അത് ഞാൻ നേരിട്ട് മണ്ണിലേക്ക് തന്നെ നടാൻ പോവാണ്. പിന്നെ കുറച്ചധികം പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് ലീഫ് ഇല്ലാത്ത പീസസ്, സ്റ്റെം ആയിട്ടുള്ളത്. കാരണം അതിൽ നോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ ഈ മണ്ണിലേക്ക് തന്നെ നടാൻ പോവാണ്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മണ്ണിന് നല്ല നനവുണ്ട്. അതുകൊണ്ട് ഞാനിത് നട്ടതിന് ശേഷം കുറച്ച് സ്പ്രേ പോലെ വാട്ടർ ചെയ്യുന്നതേ ഉള്ളൂ, കാരണം മുകളിലത്തെ മണ്ണിന് ചെറിയൊരു നനവ് കിട്ടാനായിട്ട്. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നൊന്നും ഡ്രൈ ആവില്ല മണ്ണ്. അപ്പോൾ എപ്പോഴെപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു ഡോർമെൻറ്റ് സ്റ്റേജിലായിരിക്കും ഈ പ്ലാന്റ് എന്നാണ് എനിക്കൊരു തോന്നുന്നത്. പക്ഷേ ലീഫ് മോൺസ്റ്റർ അധികം അങ്ങനെ പ്രശ്നമുള്ളൊരു പ്ലാന്റ് അല്ലാത്തതുകൊണ്ട് ലീഫ് വരാറുണ്ട്. പിന്നെ ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണോ, ഐഡിയൽ ടൈം ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വിൻ്ററാണ്. വിൻ്റർ ടൈമിൽ പ്ലാന്റ്സ് അധികം ആരും റിപ്പോർട്ട് ചെയ്യാറോ ട്രിം ചെയ്യാറോ ഒന്നുമില്ല. കാരണം പുറത്തുള്ള പ്ലാന്റ്സ്, ഔട്ട്ഡോർ ഉള്ള പ്ലാന്റ്സ് വരെ ഞാൻ ട്രിം ചെയ്ത് അടുത്ത സമ്മറിലേക്ക് വേണ്ടി നിർത്തിയേക്കുവാണ്, കാരണം റോസസ് ഒക്കെ. അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ്. നമ്മൾ ട്രിം ചെയ്ത് നിർത്തുന്നില്ലെങ്കിലും ആരും തന്നെ അധികം റീപോർട്ടിങ്ങോ അല്ലെങ്കിൽ പ്ലാന്റ് വാങ്ങിച്ചു വെക്കുന്ന ടൈമൊന്നുമല്ല. പിന്നെ നമ്മൾ നല്ലോണം ടേക്ക് കെയർ ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ലൈറ്റ്, ഇൻഡോർ ലൈറ്റ് സെറ്റപ്സ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഇതാണ് ഒരു സ്റ്റെം നമുക്ക് ലീഫ് ഇല്ലാതെ, പക്ഷേ അതിന് നോഡുണ്ട്, ലീഫ് ഇല്ലാതെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ മണ്ണിലേക്ക് തന്നെ നടുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന സ്റ്റെമ്മൊക്കെ ഞാൻ ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം സ്പ്രേ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു സ്റ്റെമ്മ് ഞാൻ നട്ടത് അതിന് നന്നായിട്ട് ഏരിയൽ റൂട്ട് ഉണ്ടായിരുന്നു. ആ ഏരിയൽ റൂട്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല, അങ്ങനെ തന്നെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് മണ്ണിൽ നടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഫൈനൽ ലുക്ക്. 2 ലീഫ് മാത്രമേ ഉള്ളൂ. ഫെനസ്ട്രേഷൻ നന്നായിട്ടുണ്ടായിരുന്ന 2 ലീഫ് മാത്രമാണ് ഞാൻ ചട്ടിയിലേക്ക് ഇപ്പം നിർത്തിയിട്ടുള്ളത്. ഒരെണ്ണം ഓൾറെഡി ഞാൻ ട്രിം ചെയ്യാതെ തന്നെ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം ട്രിം ചെയ്ത് സ്റ്റെമ്മോടും നോഡോടും കൂടിയ ഒരു ലീഫും കൂടി ഇതിൽ നട്ടു കൊടുത്ത് വാട്ടർ കുറച്ച് മുകളിലത്തെ ആ ഒരു പോർഷനിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം പോട്ടിലധികം വെള്ളം ആവശ്യമില്ല, ഓൾറെഡി നനവുണ്ട്. അപ്പോൾ ഈ ലീഫിൽ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹ്യൂമിഡിറ്റി പ്രശ്നങ്ങളും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് വരും എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഹോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചറിലുള്ള ചേഞ്ചസൊക്കെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ 2 സെറ്റ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചത്, ഇതും ഒരെണ്ണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഷോർട്സൊക്കെ ഇടുന്നുണ്ട്, അപ്പോൾ അതും എല്ലാവരും കാണാം. താങ്ക് യു.